ഡിയർ സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഡ്യൂളാണ് സ്റ്റെയറിംഗ് സിസ്റ്റം. സ്റ്റെയറിംഗ് സിസ്റ്റം ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്നത് ആ വാഹനത്തിൻ്റെ നിയന്ത്രണം ഡ്രൈവറുടെ ഇച്ഛയ്ക്ക്, അതായത് ഡ്രൈവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന് ദിശാവ്യതിയാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയറിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റെയറിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സ്റ്റെയറിംഗ് സിസ്റ്റമാണ് ആ വാഹനം ഏത് ഒരു ട്രാക്കിലൂടെ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഒരു വാഹനം ഏത് രീതിയിൽ ഏത് ട്രാക്കിലൂടെ വാഹനം റോഡിലൂടെ പോകണം എന്ന് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഡ്രൈവർക്ക് ആ വാഹനത്തിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റെയറിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഫ്രണ്ട് വീലിന് സ്റ്റെയറിങ് കൊടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവറിൻ്റെ ക്യാബിനിൽ നിന്ന് സ്റ്റെയറിംഗ് വീല് തിരിക്കുന്ന സമയത്ത് അത് റോട്ടറി മോഷനാണ് അവിടെ സംഭവിക്കുന്നത്. ആ റോട്ടറി മോഷൻ നമ്മുടെ ഫ്രണ്ട് വീലുകളുടെ ഒരു ആംഗുലാർ മൂവ്മെൻ്റ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നടക്കുന്ന ഒരു ചേഞ്ചാണ് ഒരു സ്റ്റെയറിംഗ് വീലിൻ്റെ റോട്ടറി മോഷനെ ഫ്രണ്ട് വീലുകളുടെ ആംഗുലാർ മോഷനാക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്റ്റെയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു സ്റ്റെയറിംഗ് സിസ്റ്റത്തിൽ സ്റ്റെയറിംഗ് വീലും അതുകൂടാതെ അതിൻ്റെ ലിങ്കേജുകളും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മളുടെ സ്റ്റെയറിംഗ് സിസ്റ്റത്തിൽ നമുക്ക് സ്റ്റെയറിംഗ് വീലിലും അതുപോലെ സ്റ്റെയറിംഗ് കോളവും അതുപോലെ സ്റ്റെയറിംഗ് ഗിയർ ബോക്സ്, അങ്ങനെയുള്ള കുറേ ഭാഗങ്ങൾ ഈ സ്റ്റെയറിംഗ് സിസ്റ്റത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മുടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്, അതായത് അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമുക്ക് കാണുന്ന ഒരു സിസ്റ്റമാണ് ഡ്രൈവർ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ട് വാഹനം ഓടിക്കുന്ന രീതി. അപ്പോൾ ആ രീതി അല്ല നമ്മളുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ നമ്മൾ കണ്ടുവരുന്നത് വാഹനത്തിൻ്റെ റൈറ്റിൽ ഇരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉണ്ട്. അത് സ്റ്റെയറിങ് നമ്മളുടെ റൈറ്റിലാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് രീതി, ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് രീതി. നമ്മുടെ രാജ്യങ്ങളിലും അതേപോലെ ശ്രീലങ്ക, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും റൈറ്റ് ഹാൻഡ് രീതിയിലാണ് വാഹനം ഓടിക്കുന്നത്. അതർ യൂറോപ്യൻ കൺട്രീസ് പോലുള്ള ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വീൽ അലൈൻമെൻറ്റിനെ കുറിച്ചിട്ടാണ്. വീൽ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ മുൻവീലുകളുടെ സ്റ്റെയറിംഗ് മെക്കാനിസത്തെ അത് ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നതിനാണ് വീൽ അലൈൻമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ വീൽ അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോഡിൽ സ്ഥിരത നൽകും. അതുപോലെ നമ്മളുടെ കൺട്രോളിങ്, നമ്മളുടെ വാഹനത്തിൻ്റെ നിയന്ത്രണം വളരെ കൺട്രോൾഡ് ആയിരിക്കും. ഓക്കെ, അതേപോലെ ടയറിൻ്റെ തേയ്മാനം കുറയ്ക്കാനും വാഹനം തിരിക്കുന്നതിന് ഡ്രൈവർ നൽകുന്ന പ്രയത്നം കുറയ്ക്കാനും, അതുകൂടാതെ വളവ് തിരിഞ്ഞതിന് ശേഷം വാഹനം സ്വയം നേരേക്കിലേക്ക് വരിക. അപ്പോൾ ഒരു വളവ് തിരിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റെയറിംഗ് വീല് പിടിച്ച് തിരിക്കും. അത് കഴിഞ്ഞ് ആ വളവ് നീർന്നതിന് ശേഷം നമ്മൾ സ്റ്റെയറിംഗ് വീല് തിരിച്ച് റിട്ടേൺ വരുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതിനൊക്കെ വേണ്ടിയിട്ട്, അതുകൂടാതെ നേർരേഖയിൽ സഞ്ചരിക്കുന്ന വാഹനത്തിന് റോഡിൽ സ്ഥിരത നൽകുക എന്നുള്ളതും ഈ ഒരു 4 ഫങ്ഷനാണ് നമ്മളുടെ വീൽ അലൈൻമെൻറ്റ് ചെയ്താലുള്ള ഗുണം. അപ്പോൾ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വാഹനം ഒരു റാമ്പിൽ കയറ്റി നിർത്തിയിട്ടുണ്ട്. റാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലിഫ്റ്റ് പോലെയുള്ള ഇതിനെയാണ് നമ്മൾ റാമ്പ് എന്ന് പറയുക. ആ റാമ്പിലേക്ക് നമ്മളുടെ വാഹനം കയറ്റി നിർത്തിയിട്ടുണ്ട്. അതുകൂടാതെ ആ വാഹനത്തിൻ്റെ 4 വീലിലും 4 സെൻസറുകൾ വെച്ചിട്ടുണ്ട്. 4 വീലുകളും 4 സെൻസറുകൾ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് ആ വാഹനത്തിൻ്റെ വീലിൽ 4 സെൻസറുകൾ വെച്ചിട്ടുണ്ട്. ആ സെൻസറിൽ നിന്ന് സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് വീൽ അലൈൻമെൻറ്റിൻ്റെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം നമുക്ക് ആ വാഹനത്തിൻ്റെ മുന്നിലായിട്ട് നമുക്ക് കാണാം. ആ വാഹനത്തിൻ്റെ മുന്നിലായിട്ട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ 2 ലെഗുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ലെഗിൽ നിന്നും
ആ റെഡ് റേസ് പോണത് കാണാം. അത് അതിൻ്റെ ഈ റിസീവറാണ്. അതായത് നമ്മുടെ വീലിൽ കാണുന്നത് എമിറ്ററും അതിൽ നിന്ന് വരുന്ന സിഗ്നൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കളക്ടറായിട്ടാണ് അവിടെ ആ ഒരു ആൻറ്റിന പോലെ അത് നിൽക്കുന്നത്. അതിലേക്ക് ആണ് ആ സിഗ്നൽ, അതായത് 4 വീലുമെന്നും ആ വാഹനത്തിൻ്റെ 4 വീലുമ്മിലുള്ള സെൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെൻസറിൽ നിന്നുള്ള സിഗ്നൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോസ്റ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ പോസ്റ്റിൽ ആ സെൻസർ വന്നു കഴിഞ്ഞാൽ അതിലുള്ള കമ്പ്യൂട്ടറിൽ അതിൻ്റെ സിസ്റ്റം തെളിയുകയും ചെയ്യും. ഇവിടെ നോക്കാം, നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ സിസ്റ്റം തെളിയുന്ന ഒരു ഇതാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബിഫോർ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് വീലിൻ്റെയും ബാക്ക് വീലിൻ്റെയും കാണാൻ കഴിയും. ഇപ്പോൾ ആദ്യം കാണുന്നത്, മുകളിൽ കാണുന്നത് ഫ്രണ്ട് വീലിൻ്റെ അവസ്ഥയും അതിൻ്റെ തൊട്ട് അടിയിൽ കാണുന്നത് റിയർ വീലിൻ്റെ അവസ്ഥയാണ്. ഇപ്പോൾ ലെഫ്റ്റ് ഫ്രണ്ട്, റൈറ്റ് ഫ്രണ്ട്, അതുകൂടാതെ റൈറ്റ് റിയർ, ലെഫ്റ്റ് റിയർ നമുക്കതിൽ എഴുതി വെച്ചിട്ടുള്ളത് കാണാൻ കഴിയും. അതിൽ ഓരോന്നും കൊടുത്തു നോക്കുക. ആ ചോപ്പ് ഇതിൽ കാണുന്നത്, അത് കഴിഞ്ഞിട്ടൊരു പച്ച കളറിൽ കാണാം 3.9 ഡിഗ്രി എന്ന്. അതുകൂടാതെ ഒരു പച്ച കളറിൽ ഇപ്പുറത്തും അതിൻ്റെ ചോപ്പ്, ആദ്യത്തെ ചോപ്പിൽ 0.05 ഡിഗ്രി എന്ന് കാണാം. പിന്നെ 0.16 ഡിഗ്രി എന്ന് കാണാം ഇത് അവസാനം. അപ്പോൾ ഈ 0.5 ഡിഗ്രി എന്ന് കാണുന്നത് അവിടെ ക്യാമ്പറാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് കാണിക്കുന്നത് കാസ്റ്റർ ആംഗിളാണ്. അത് കഴിഞ്ഞാൽ ടോയിനും ആണ് ആ കാണിക്കുന്നത് 0.16 ഡിഗ്രി. പിന്നെ അത് കൂടാതെ ടോട്ടൽ ടോയ് എന്നുണ്ട് നമുക്ക് ഫ്രണ്ടിൽ കാണാം 0.32 ഡിഗ്രി. ഓക്കെ, അതുകൂടാതെ നമുക്ക് അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു വിധം അതിലുണ്ട്. ത്രസ്റ്റ് ആംഗിൾ നമുക്ക് കാണാം. ത്രസ്റ്റ് ആംഗിൾ അവിടെ 0.00 ഡിഗ്രിയാണ്. സ്റ്റീർ ഹെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് കമ്പ്യൂട്ടറിൽ ഇങ്ങനെയാണ് കാണുക. അപ്പോൾ നമ്മൾ ഈ അതേ കൂടാതെ ബാക്കിലുള്ള ആംഗിളിൽ ക്യാമ്പറും ഉണ്ട്, അതുകൂടാതെ ടോയും കാണാം. അവിടെ കാസ്റ്റർ ഉണ്ടാവില്ല, കാരണം കിൻപിന്ന് എന്ന സംഭവം അവിടെ ഇല്ല. കാരണം സ്റ്റെയറിങ് ഉണ്ടാവുക നമുക്ക് ഫ്രണ്ടിലാണ്. അപ്പോൾ ഫ്രണ്ടിന് എന്തുണ്ടാവുള്ളൂ? കാസ്റ്റർ ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ വാഹനം നമ്മൾ റാമ്പിൽ കയറ്റി നിർത്തിയാണ്. റാമ്പിൻ്റെ അടിയിൽ നമുക്ക് സ്പേസ് ഉണ്ടായിരിക്കും. ആ സ്പേസിൽ, നമ്മളുടെ റാമ്പിൻ്റെ അടിയിലുള്ള സ്പേസിലൂടെ നമ്മൾ ചെന്നിട്ട് നമ്മൾ ഈ ടയർ റോഡിലുള്ള നീളത്തിലുള്ള വ്യത്യാസവും, അതുകൂടാതെ ലോവർ ആമിൻ്റെ അഡ്ജസ്റ്റിങ് ചെയ്യാനുള്ള അവിടുന്ന് കാര്യങ്ങളൊക്കെ കാണാം. അതുകൂടാതെ ഹാമർ ഉപയോഗിച്ചിട്ടും സ്പാനർ ഉപയോഗിച്ചിട്ടും നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ഈ റെഡ് കളറിൽ കാണുന്നത് തെറ്റിക്കിടക്കുന്ന അളവുകളാണ്. ഇപ്പോൾ ക്യാമ്പർ എന്ന് പറഞ്ഞാൽ 0.5 ഡിഗ്രി എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് തെറ്റായിട്ടുള്ള ഒരളവായതുകൊണ്ടാണ് അവിടെ ചുവപ്പ് ലെറ്ററിൽ അല്ലെങ്കിൽ ചുവപ്പ് കളറിൽ കാണിക്കുന്നത്. പച്ച കളറിൽ ഈ കാസ്റ്റർ എന്ന് പറഞ്ഞത് 3.9 ഡിഗ്രി എന്ന് കാണാം അല്ലേ? 3.9 ഡിഗ്രി അവിടെ കാസ്റ്ററാണ്. അപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നത് പച്ച കളറാണ്. കാരണം അതാണ് അതിൻ്റെ വാല്യൂ. ആ കാസ്റ്റർ ആംഗിളിൻ്റെ വാല്യൂ 3.9 ഡിഗ്രി ആണ്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് 0.6 ഡിഗ്രി ടോയാണ് കാണിച്ചിട്ടുള്ളത്. അത് അതിൻ്റെ കറക്റ്റ് വാല്യൂ അല്ല, അതുകൊണ്ടാണ് അവിടെ ചുവപ്പ് കളർ കാണിച്ചിട്ടുള്ളത്. പിന്നെ ടോട്ടൽ ടോയ് 0.32 ഡിഗ്രി കാണാം. അതും ഒരു ചുവപ്പ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അതും തെറ്റായിട്ടുള്ള അളവായതുകൊണ്ടാണ് ആ ചുവപ്പ് കളറിൽ. അതുകൂടാതെ സ്റ്റീർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗം നോക്കുക. അവിടെ നമുക്ക് പച്ച കളറിലാണ്. അത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വാല്യൂ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ബാക്കിയെല്ലാം അങ്ങനെ തന്നെയാണ്. ഈ ചുവപ്പ് കളറിൽ കാണുന്നതൊക്കെ തെറ്റായിട്ടുള്ള അളവുകളും ഈ പച്ച കളറിൽ കാണുന്നതൊക്കെ കറക്റ്റായിട്ടുള്ള അളവുകളാണ്. അപ്പോൾ നമ്മൾ ഈ ചുവപ്പ് കളറിൽ കാണുന്നത് കറക്റ്റ് അളവാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റാമ്പിൻ്റെ അടിയിലൂടെ ചെന്ന് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇപ്പുറത്തെ സൈഡിലാണ്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഫിഗർ എന്ന് പറഞ്ഞാൽ കറണ്ട് മെഷർമെൻ്റാണ്. അതായത് ഇപ്പോൾ റെഡി ആയ ഒരു മെഷർമെൻറ്റ്. ക്യാമറ ആംഗിൾ നോക്കുക, -0.3 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് കൊടുക്കുക, അതും തന്നെ -3.3 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. അതൊരു
പല വാഹനത്തിനും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഹുണ്ടായിൻ്റെ വെർണയ്ക്ക് ഉണ്ടായിരിക്കുന്ന അവസ്ഥ ആയിരിക്കില്ല ഒരു മാരുതിൻ്റെ സ്വിഫ്റ്റിന് ഉണ്ടാവുക. അപ്പോൾ രണ്ടും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ വാഹനത്തിനും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുക, ഈ ക്യാമറ ആംഗിൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ പച്ച കളർ ആവണ വരെ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പച്ച കളർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാ അളവുകളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ടയർ റോഡിലുള്ള നീളത്തിലുള്ള വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ അളവുകളും പച്ച കളറിലായിക്കഴിഞ്ഞാൽ നമുക്ക് ആ വാഹനത്തിൻ്റെ വീൽ അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്ന് പറയാം. ഇനി നമ്മൾ വീൽ അലൈൻമെൻറ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ കമ്പ്യൂട്ടറിൽ വാഹനത്തിനെ റാമ്പിലേക്ക് കയറ്റി നിർത്തുകയും അതിനുശേഷം അതിൻ്റെ ടയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കാൻ വേണ്ടി അത് ലോക്കാക്കുകയും ചെയ്യും. സാധാരണയായിട്ട് സ്റ്റിയറിങ് ലോക്ക് ചെയ്യും, ബ്രേക്ക് പെഡലും ലോക്ക് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അതിനുശേഷമാണ് 4 വീലും 4 സെൻസറുകൾ ഫിറ്റ് ചെയ്യുകയും കമ്പ്യൂട്ടറിൽ വന്നതിന് ശേഷം ആദ്യം ആ വാഹനത്തിൻ്റെ കമ്പനി സെലക്ട് ചെയ്യും. ഇപ്പോൾ മാരുതി ആണെങ്കിൽ മാരുതി. അതിനുശേഷം ആ വാഹനം ഏതാണെന്ന് സെലക്ട് ചെയ്യും. മാരുതിയുടെ ബ്രസ്സയാണെങ്കിൽ ബ്രസ്സ സെലക്ട് ചെയ്തതിന് ശേഷം അതിനുശേഷം അതിൻ്റെ ഓണറുടെ ഡീറ്റെയിൽസ് ചോദിക്കും. ആ വാഹനത്തിൻ്റെ ഉടമയുടെ ഡീറ്റെയിൽസ് ചോദിക്കും. ആ ഉടമയുടെ പേര് എഴുതുക. അതിനുശേഷം അവരെ ഫോൺ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ആ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത ശേഷം, അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും, അത് എൻ്റർ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു വീൽ അലൈൻമെൻറ്റ് ചെയ്തതിനുള്ള പ്രിൻ്റഡ് ലേഔട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അത് നമുക്ക് കയ്യിൽ സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വീൽ അലൈൻമെൻറ്റിനെ കുറിച്ചിട്ടും സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.